എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ സന്തോഷ് വർക്കി അഥവാ ആറാട്ടണ്ണൻ. നമസ്കാരം, ഷോയിലേക്ക് സ്വാഗതം. രണ്ടും കൽപ്പിച്ച് ഞാൻ തീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ നല്ല ഫെയിം. ഞാൻ ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആവണമെന്ന് ആഗ്രഹിച്ചത്. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആവാൻ ശ്രമിച്ച ഞാൻ അവസാനം ചാർലി ചാപ്ലിനായി മാറിയിരിക്കുകയാണ്. ആർട്ടിസ്റ്റുകളോട്, പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റുകളോട് പ്രണയം തോന്നുക, അത് പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയുക. സ്നേഹിക്കണം, സാന്ത്വനിപ്പിക്കണം. വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് എന്റേത്. അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും കാണുമ്പോ ഇടിച്ചു കയറി ചെല്ലുക, അതൊക്കെ ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. സാധാരണ ഇച്ചിരിയൊക്കെ ഒരു എന്താ പറയുന്നത്, ഇച്ചിരി ഒരു അഭിമാന ബോധമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൈ കൊടുക്കണം മാത്രമേ ഉള്ളൂ. ഹണി റോസിനെ കുറിച്ചും താങ്കൾ വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു. എല്ലാവരും പരസ്യമായിട്ട് പറഞ്ഞ കാര്യം, എല്ലാവരും രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം പരസ്യമായിട്ട് പറഞ്ഞു. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അല്ല, പല ആൾക്കാരും കമന്റ്സിലും മറ്റേതെല്ലാം പരസ്യമായിട്ട് രഹസ്യമായിട്ട് പറയുന്ന കാര്യം ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. എനിക്കത് അവരോട് ഞാനിപ്പോ അങ്ങനെ പല ഇട്ടത് എനിക്ക് വളരെ സോറി പറയുന്നു. പലരെയും കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനത്തെ ഇത് അവോയ്ഡ് ചെയ്യാൻ പോവാണ്. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. ഓക്കെ, താങ്കൾ ഇപ്പൊ കുറച്ച് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചല്ലോ. അതെ അതെ. അതിൽ താങ്കളുടെ ആക്ടിങ്ങിനെ താങ്കൾ മെത്തേഡ് ആക്ടിങ് എന്നാണോ നാച്ചുറൽ ആക്ടിങ് എന്നാണോ വിളിക്കുന്നത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. ഞാൻ ഡയറക്ടർ എന്ത് പറഞ്ഞു അത് ചെയ്തു. ഞാൻ പ്രിപ്പറേഷൻ നടത്തിയിട്ടില്ല, മെത്തേഡ് ആക്ടിങ് അല്ല. ഞാൻ എന്താന്ന് പറയുമ്പോ നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. അത് എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു സ്ഥലത്താണ് ഇത്രയും വൈറലായെങ്കിൽ ഒരു ഇന്റലക്ച്വലായി മാറി തന്നെ. ഇവിടുത്തെ ആളുകളുടെ ഒരു മനസ്ഥിതിയാണ്, അവരാരും അംഗീകരിക്കില്ല. ഓ, അത് ശരി. അപ്പൊ മലയാളികളുടെ കുഴപ്പം തന്നെയാണ്, കുറെ അല്ല, മലയാളികളുടെ കുഴപ്പമാണ്. മലയാളികളുടെ കുഴപ്പമാണ്. ഇവിടുത്തെ ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് എടുക്കുള്ളൂ, നെഗറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഏച്ചി. അപ്പൊ പിന്നെ അത് ഞാനിപ്പോ ഷോർട്ട് ഫിലിം ചെയ്യുന്നതായിട്ട് നിർത്തുകയാണ്. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. നെഗറ്റീവ് കമന്റ്സിന് പകരം പോസിറ്റീവ് വരും. താങ്കൾ ഒരിക്കലും പറയുന്നില്ല. താങ്കൾ റീച്ചിന് വേണ്ടി എന്ത് വിവരക്കേടും പറയുമെന്നാണോ താങ്കൾ പറയുന്നത്? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഇവരൊക്കെയോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതാണ് ഈ പറഞ്ഞ ഹണി റോസിന്റെ കാര്യങ്ങളും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഓരോരോ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് താങ്കൾ ഓരോ നെഗറ്റീവ് കമന്റ്സ് പറയാറുണ്ട്. ഇപ്പൊ നടിമാരുടെ കാര്യം പറയണമെങ്കിൽ ഐശ്വര്യ ലക്ഷ്മി, അവരെ ലിപ് ലോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ലിപ് ലോക്കാണ് ഞാൻ സിനിമയിലാണ് പറഞ്ഞത്, ജീവിതത്തിലല്ല. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയ്ക്ക് സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള നടനാണ്, സ്ക്രിപ്റ്റ് നോക്കി അഭിനയിക്കാൻ പറ്റുന്ന ഒരു നടനാണ് മമ്മൂക്ക എന്ന് പറഞ്ഞത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. പക്ഷെ മമ്മൂക്കയ്ക്ക് മെത്തേഡ് ആക്ടിങ് മാത്രമേ ഉള്ളൂ, നാച്ചുറൽ ആക്ടിങ് ഇല്ല. നീയാണല്ലോ കോടതി ഓടാമേര്. ഇപ്പൊ മമ്മൂട്ടി പിടിച്ചു വെക്കുന്നത് ഇപ്പൊ പല സിനിമ നന്നാകാൻ കാരണം സ്ക്രിപ്റ്റ് സെലക്ഷൻ കാരണമാണ്. ഇടപെട്ടപ്പായി ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയെ അല്ല, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് കൊണ്ട് മാത്രം ഒരാൾക്ക്. പുള്ളി മെയിൻലി മെത്തേഡ് ആക്ടിങ് ആണ്, ഒരുപാട് റിസർച്ച് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഈ ജീവി അങ്ങ് ചൊവ്വയെന്ന് വന്നതാ. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണം ഇല്ല. മമ്മൂട്ടി ആക്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പാട്ട് പാടിയിട്ടുണ്ട്, വാട്ടർ പാടിയിട്ടില്ല. അതിൽ വരെ ചെറുതായിട്ട് പുള്ളി അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പുള്ളിക്ക് ഒരുപാട് ലിമിറ്റേഷൻ, പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ പുള്ളിക്ക് പറ്റില്ല. ശരി ശരി ശരി. നിന്റെ കുഞ്ഞുണ്ണിക്കളിന്ന് തീർത്ത് തരട ഗോവിന്ദ പട്ടി. എന്ത് അസംബന്ധമാണ് സന്തോഷി പറയുന്നത്? കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞ മെഗാസ്റ്റാറിനെയാണ് താങ്കൾ ചവിട്ടി താഴ്ത്തുന്നത്. മെത്തേഡ് ആക്ടിങ് ആർക്കും ചെയ്യാം. ഞാൻ വിചാരിച്ചു എനിക്കൊരു മെത്തേഡ് ആക്ടർ ആവാം. താങ്കളുടെ ഷോർട്ട് ഫിലിം കണ്ടപ്പോ എനിക്കത് മനസ്സിലായി. മെത്തേഡ് ആക്ടിങ് കാണിച്ച് എനിക്കാവാം. മറ്റേ എനിക്ക് ആക്ടിങ് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള അടിച്ചു ഓടിക്കാം, മണിവില്ലോടെ അടിച്ചു ഓടിക്കാം.